ഇങ്ങനെ കിടക്കണം നോക്കണ്ടേ, ഓരോ കാര്യവും ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചലനം വരെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. വരരുതേ, ഞാൻ പോണത്. കയറി കിടന്നോളാ. ആ റൂമിൽ കയറി ചെരുപ്പിട്ടപ്പോൾ അവൻ്റെ മാറ്റം നോക്കേ. ചെരുപ്പിട്ട പിന്നെ ഗുണ്ടി കിടക്കൂല, സംശയം ഗുണ്ടുവിന്. പോണ കണ്ട നോക്കണേ. ചെരുപ്പിട്ട അവനറിയാം ഞാൻ എവിടെയോ പോവാനാണെന്ന്. ഉടനെ കണ്ട വണ്ടി കയറിയിരിക്കുന്നേ. ഞാൻ ചെരുപ്പെടുത്തിട്ട ഉടനെ അവൻ കയറി വണ്ടി ഇരിക്കും. അവന് നന്നായിട്ട് അറിയാം ഞാൻ എവിടെ പോണമെന്ന്. കണ്ടല്ല, അല്ലെങ്കിൽ മിണ്ടാതെ കിടന്ന് ഇവനാണ്. എടാ മഴയടാ, നിന്നെ കൊണ്ടുപോകാൻ പറ്റൂല, അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി തോർന്നതാ. കൊണ്ടുപോയി കേടാ, അവിടെ പോ, വരണ്ട. ഞാൻ എവിടെ പോകണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേട്ടാണ്, വേറൊന്നിനുമല്ല. ഇന്ന് അമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാമ്പാർ വെച്ചു, അവിയൽ വെച്ചു, പിന്നെ ഇതാ തോര വെച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ചോറ് വയ്ക്കണ്ട, കാരണം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനമായിട്ട് അയൽക്കൂട്ടത്തിൽ ഇന്ന് സദ്യയുണ്ട്. ഓണത്തിനും സ്വാതന്ത്ര്യദിന പരിപാടിയായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കുറേ കലാപരിപാടിയും മത്സരമൊക്കെ ഉണ്ട്. നമുക്കിതിനിടയിൽ വയ്ക്കാൻ സമയമില്ല. അല്ലാതെ എല്ലാവർക്കും കല്യാണ തിരക്കുകളും, ഇനി കുറച്ച് ദിവസമല്ലേ ഓണത്തിന്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് എക്സാം ഉണ്ട്. അപ്പം നമ്മളെ മക്കളെ കൂടി ചേർക്കാൻ പറ്റില്ല. അതാ ഇവിടെ ഇരിപ്പുണ്ട് നമ്മൾ ആമിക്കൊച്ച്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് സദ്യയാ. ഇത് ബോള് മേടിച്ചു കൊടുത്ത് ഇത്രയും ദിവസം അവൻ കളിച്ചിട്ടില്ല. അത് അവള് വരണം, കൊച്ചു ചേച്ചി വരണം അവന് കളിക്കണമെങ്കിൽ, തട്ടിക്കൂടെ കൊടുക്കാനും ഒക്കെ. ഞാനല്ലെങ്കിൽ എന്നേ വീഡിയോ ഇട്ടേനെ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ എന്നെ വന്ന് ഇടയ്ക്ക് കയ്യിൽ കടിച്ച്, വാ കളിക്കാൻ വാ ചേച്ചി വാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവൻ മാത്രം കളിച്ചാൽ പറ്റൂല, ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് കളിക്കണം. അത് അവൻ വിളിക്കണ ഒരിതുണ്ട്. എന്നെ ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ എൻ്റെ കൈ കടിക്കണം, നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അത് ശ്രദ്ധിച്ചറിയാം എന്നെയും അതുപോലെ തന്നെ കുഞ്ഞൂനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാന്ന് പറഞ്ഞ് കുറച്ച് നേരം അതായി. പിന്നെ ഇന്ന് ബാത്റൂമിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മഴ. അവനെ രാവിലെ ഒന്ന് കൊണ്ടുപോയി, പക്ഷേ ഇനി കൊണ്ടുപോകണം, യഥാർത്ഥ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നല്ല മഴ. പിന്നെ രാവിലെ ഇവിടെ ഞാൻ ദോശ ഉണ്ടാക്കി, അന്നേരം വെച്ചിട്ട് സാമ്പാർ, പിന്നെ ചേട്ടനുള്ള ചോറ് എടുത്തുകൊണ്ട് വന്നു, കാരണം നമുക്കിന്ന് ചോറ് വയ്ക്കണ്ടല്ലോ. പിന്നെ മഴത്തണുപ്പിൽ എൻ്റെ ഗുണ്ടപ്പം ഇങ്ങനെ കിടന്ന് ഉറങ്ങുവാണ്. എന്നിട്ട് ഈ മഴയൊന്ന് തോർന്നതിന് ശേഷം കൊണ്ടുപോകാൻ. കാര്യം ദേഹം മൊത്തം ചെളിയായിട്ട് വരും. പിന്നെ അവന് അതൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കിവിടെ ഫുള്ള് നനഞ്ഞിട്ടേ വരുള്ളൂ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആകെ അവസ്ഥയിലിരിക്കുകയാണ്.